അമേരിക്കയിലെ ന്യൂ ഓർലൻസിലെ ഭീകരാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറ്റിയാണ് ആക്രമണം. ടെക്സാസ് സ്വദേശി ഷംസുദ്ദീൻ ജബ്ബാറാണ് അക്രമി. നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയത് ഇയാൾ തനിച്ചെന്ന FBI. അക്രമിയുടെ കാറിൽ നിന്നും IS പതാക കണ്ടെത്തി. ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എപ്പോഴായിരുന്നു ആക്രമണം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ന്യൂ ഇയർ രാത്രിയിലായിരുന്നു ഈ ആക്രമണം നടന്നത്. ശക്തമായ ആക്രമണമാണ് നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ സ്ഥിരീകരിച്ച വിവരം മാത്രമാണ് 15 പേരുടെ മരണം സംഭവിച്ചു എന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 18-ലേറെ പേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 18 പേരുടെ മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൃത്യമായി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ നിരീക്ഷണം നടത്തുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ പിക്കപ്പ് വാനിൽ, അതായത് നമുക്കറിയാവുന്നതാണ്, കാറിന് സമാനമായ ഒരു പിക്കപ്പ് സംവിധാനമാണ് ഈ വാഹനം. ആ വാഹനത്തിന്റെ ഉള്ളിൽ നിന്നും IS പതാകയും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് FBI അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണം തന്നെ FBIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം, കാറിൽ ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിലും, ഈ ഷംസുദ്ദീൻ ജബ്ബാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ കൂടി ഇതിന് പിന്നിൽ നിരവധി പേരുണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന നിലപാട് തന്നെയാണ് FBI വ്യക്തമാക്കുന്നത്. ഇയാളുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇയാൾ പഴയ ആർമി ഉദ്യോഗസ്ഥൻ, ആർമിയിലെ സിവിൽ സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ഹ്യൂമൻ റിസോഴ്സസിന്റെയും എല്ലാം തന്നെ മാനേജ്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന ആർമിയിലെ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ലെന്നും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ജോ ബൈഡൻ ആക്രമണത്തെ വളരെ കൃത്യമായി അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും കൊണ്ടൊന്നും സമൂഹത്തെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ സാധ്യമല്ല എന്നും അത് ഭീരുത്വത്തിന്റെ തെളിവാണ് എന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ജോ ബൈഡൻ വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിൽ എന്നത് ഏറെ പ്രാധാന്യത്തോടെ തന്നെയാണ് അമേരിക്കൻ ഭരണകൂടവും അതുപോലെ തന്നെ വിവരങ്ങൾ നൽകിയത്.